പൂത്താലം വലം കയ്യിലേന്തി ഒന്നുള്ളൂ. ബാക്കി പാടുവോ? ഇല്ല, വാസന്തം. അല്ല, ഏറ്റവും ഇഷ്ടം ഇല്ല വാസന്തം. ഇങ്ങനെ വഴിവഴിയായിട്ട് പറയാ. മധുചേട്ടൻ എന്തായാലും പാട്ടിൽ തുടങ്ങി. എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? വിഷു അല്ലേ, അപ്പം മധുചേട്ടന്റെ വക ഒരു പാട്ട് തന്നില്ല എന്നല്ല, എന്തായാലും സ്വാർത്ഥ ചിന്തയുണ്ടല്ലോ, സെൽഫിഷാണ്. അപ്പൊ എനിക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും പിന്നെ ചേച്ചിയും ചേട്ടനും കൂടെ അവർക്കൊരു വിഷുവാശംസയും പറയണം. തീർച്ചയായിട്ടും. അപ്പൊ എന്നിട്ട് ഞാൻ വിഷു കട്ടാ തരാം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. എന്റെ തമ്പുരാനെ, ഞങ്ങൾ ഒന്നുകൂടെ കണ്ടു ഗുരുവായൂരപ്പനെ. ഇനി ഒരു ആശംസ. വിഷു ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അമൃത ടിവിയുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇവിടെ എന്നാ ഞാൻ ചെയ്തെന്നറിയാം ചേട്ടാ, ഞാൻ 2 വേർഷനാണ്. ഒന്ന് മധുര ഇല്ലാത്തതും ഒന്ന് മധുരം ഉള്ളതും. മധുര ഇല്ലാത്തത് ട്രഡീഷണൽ, ഇത് എന്റെ ഒരു കുരുത്തക്കേട്, അത്രേ ഉള്ളൂ പ്രശ്നം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കല്ലോ അങ്ങനെ വേണമെങ്കിൽ ഇത് മധുരം ഇല്ലാത്തത് ഡയബറ്റിക് ആൾക്കാർ. അതാണ് നമ്മുടെ വീട്ടില് 2 ആൾക്കാരും ചിലപ്പോ ഉണ്ടാവില്ലേ, അവർക്കും കഴിച്ചു നോക്കണ്ടേ. ഇത് പരീക്ഷണം. ഇത് കറക്റ്റ്. അതെ, അപ്പൊ ഞാൻ വിളമ്പാൻ. മധുര ഇല്ലാത്തത് വെറും ശർക്കര പാനിയിലേ കഴിക്കാവുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. മധുരം ഉള്ളത് കുറച്ച് പഴം. അങ്ങനെ ഇനി മധുരം കഴിച്ചു നോക്കൂ. അത് ചുമ്മാ ഏലക്കപ്പൊടിയാ. ആദ്യം ട്രഡീഷണലിൽ തൊടാം. അതാണ് കറക്റ്റ്. നല്ലതാണോ? ഇനി മധുരമുള്ള മധുരമുള്ളത് നോക്കട്ടെ. എന്തൊക്കെയായാലും ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ വെറും ചെമ്പാ പച്ചരിയില്ലേ, നമ്മുടെ പുഴുക്കലരി, അതും തേങ്ങാപ്പാലും മാത്രമേ ഉള്ളൂ. ബാക്കി ജീരകം, ഇത് വേറെ ഒന്നും പരിപാടിയില്ല. പക്ഷെ ഒരു ട്രഡീഷണൽ സാധനം. രണ്ടും കൊള്ളാം. പരീക്ഷണവും വിജയിച്ചു. താങ്ക് യു ചേച്ചി. മധുചേട്ടന് ഇപ്പൊ ഊണ് കഴിക്കാനൊക്കെ ഭയങ്കര ട്രഡീഷണൽ ഫുഡാണോ ഇഷ്ടം? ഏറ്റവും മധുചേട്ടന് നാടൻ ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം. ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കഷ്ടപ്പെടുന്ന അതിന് വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ പിന്നെയും നാടൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പണ്ടൊരിക്കല് രാജാ സാറിന്റെ ഷോയ്ക്ക് ഇറ്റലിയിൽ ഞങ്ങൾ പോയി. അപ്പോ അവിടെന്ന് വെച്ചാ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോറിനേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഒരു ഓപ്പറ ഹാളില് എല്ലാം ഫോറിനേഴ്സായിരുന്നു, അവിടത്തുകാരായിരുന്നു. അതിൽ ഒരാള് ശ്രീലങ്കക്കാരനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഒരു ദിവസം ചോറും പരിപ്പുമാണ് കൊണ്ടുതന്നെ. പക്ഷെ അത് കഴിക്കണ കണ്ടിട്ടുണ്ട്, അതിന്റെ ഒരു വില അപ്പോഴാ മനസ്സിലായത്. അപ്പൊ മധുചേട്ടന് വേണ്ട ഒരു ഊണ് കഴിക്കുമ്പോ മസ്റ്റായിട്ട് വേണ്ടിയ ഒരു സാധനം എന്തുവാ? അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പൊ മോരുകറി വലിയ ഇഷ്ടമാണ്. പിന്നെ സാമ്പാർ ഒരു പ്രത്യേക രീതിയിൽ എല്ലാ സാമ്പാറും ഇഷ്ടമാവില്ല. അങ്ങനെയല്ല, ചിലപ്പോ ചില സാമ്പാർ ഇഷ്ടമാവില്ല. ഇത്തിരി മധുരമൊക്കെ വന്നാൽ ഇഷ്ടപ്പെടില്ല. ഓ സദ്യയുടെ മുമ്പിൽ ഇരുത്തിയിട്ട് വർത്താനം ചോറ് പോലും വിളമ്പുന്നില്ല. നാട്ടുകാർ എന്നെ മധുചേട്ടനും ചേച്ചിക്കും തോന്നിയില്ല, പക്ഷെ നാട്ടുകാർക്ക് തോന്നുമല്ലോ. ഞാൻ വിളമ്പിട്ടേ. പക്ഷെ കഴിക്കുന്ന ഒരു സ്വാർത്ഥ ചിന്തയും കൂടെ ഉണ്ട്. ഒരു ഭയങ്കര വിമിഷ്ട. आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इनकार तेरा
ഓ ആജ 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 എനിക്ക് വയ്യ. Ali's Kitchen. Let's cook with love.